ഹലോ ഗായ്സ്, എല്ലാവർക്കും ലിറ്റിൽ ഹാർട്ട് 0.1 എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റൈലിലൊരു ഡിഷ് ഉണ്ടാക്കി നോക്കിയാലോ. ഇതിനാവശ്യമുള്ളത് 2 മുട്ട, 3 കുബൂസ്, ഒരു വലിയ പീസ് ചിക്കൻ, ഒരു സവാള, ഒരു തക്കാളി, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്. ഓക്കെ, ആദ്യം നമ്മൾ ഓയിൽ ചൂടാകുന്നു. ഓയിൽ ചൂടാക്കിയിട്ട് കടുകിടുക. കടുക് പൊട്ടുമ്പോൾ സവാള ഇടുക. സവാള നന്നായിട്ട് വഴറ്റുക. കുറച്ച് ഉപ്പ് കൂടി ഇടുക. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് സവാള വഴന്ന് വരും. അപ്പോൾ നന്നായിട്ട് വഴറ്റുക. സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ തക്കാളി ഇടുക. നല്ല പഴുത്ത തക്കാളിയാണ് നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അത്ര പഴുത്ത തക്കാളിയല്ല. പഴുത്ത തക്കാളിയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റുക. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഉള്ളി നന്നായിട്ട് വഴന്നു വരുന്നുണ്ട്. അപ്പോഴേക്കും തക്കാളി ഇടുക. തക്കാളി നന്നായിട്ട് വഴറ്റുക. തക്കാളി നന്നായിട്ട് വഴറ്റുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കണം എന്നില്ല, ജസ്റ്റ് അവിടെ വെച്ചിട്ട് നല്ലോണം ഉടച്ചു കൊടുത്താൽ മതി. ഇത് തക്കാളി അത്ര പഴുത്തിട്ടില്ല, അതുകൊണ്ട് ഉടയാൻ ഇച്ചിരി പണിയായിരിക്കും. എല്ലായിടത്തും നല്ല മഴയൊക്കെ ആയിരിക്കുമല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണോ? ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്, അതാണ് ഇത്ര ഡിലേ. കാരണം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികളുടെ സൗണ്ടൊക്കെ ഉള്ളത് കാരണം ഞാൻ ഇത് വോയിസ് കൊടുത്തില്ല. മുളക് പൊടി ഇടുന്നുണ്ട്. കുറച്ച് മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇടാം കേട്ടോ. പിന്നെ ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ. എനിക്ക് അളവ് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തട്ടുന്നത് കേട്ടോ. അപ്പോൾ ഒരു സ്പൂണ് ചിക്കൻ മസാല നന്നായിട്ട് വഴറ്റുക. പിന്നെ 2 മുട്ട പൊട്ടിച്ചിട്ട് ഈ പൊടികളൊക്കെ മസാലയൊക്കെ നന്നായിട്ട് മിക്സാക്കിയിട്ട് ഉടഞ്ഞു വരുന്നത് വരെ ഇളക്കിയിട്ട് മുട്ട ഇടുക. 2 മുട്ടയാണ് എടുത്തേക്കുന്നത്, കാരണം ഞാൻ 3 കുബൂസും ഒരു പീസ് ചിക്കൻ എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഞാനിപ്പോൾ എടുത്തതിൻ്റെയൊക്കെ അളവ് കൂട്ടാം. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുമ്പോഴത്തേക്കും ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോഴേക്ക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. പാൻ ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട് കേട്ടോ, ഇഞ്ചക്ഷനിൽ നിന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ ഞാൻ ഒരു കൈയിൽ കൊണ്ട് ചെയ്യും, ഒരു കൈ കൊണ്ട് ഫോൺ പിടിക്കും. അതുകൊണ്ടാണ് സ്റ്റാൻഡ് വെക്കാനുള്ളൊരു ഇത് അവിടെ ഇല്ല. അത് കാരണം കൈ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്ക്രീനൊന്നും റെഡി അല്ലാത്തത് കേട്ടോ. അത് ക്ഷമിക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ അതിനകത്ത് കുബൂസ് ആഡ് ചെയ്തു. 3 കുബൂസാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടത്. ഓക്കെ, ഇനി നമുക്ക് ചിക്കൻ സാധാരണ നമ്മൾ മഞ്ഞൾപ്പൊടി, കുറച്ച് പറങ്കിപ്പൊടി, ഉപ്പ്, ഇത് മാത്രം പിന്നെ കൊണ്ട് വേവിച്ചെടുത്താൽ കേട്ടോ. ഞാൻ എയർ ഫ്രയറിൽ ഗ്രില്ല് ചെയ്തെടുത്താണ് കേട്ടോ. ആ ചിക്കനും കൂടി ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടിടുക. അതും കൂടി ഞാൻ ഇതിലകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ മയോണീസും, നമ്മൾ ഹോം മെയ്ഡ് മയോണീസ് ഉണ്ടാക്കിയിട്ട് അതും കൂടി കൂട്ടി കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്.
പിന്നെ ഒരു ചെറിയ സാഷയാണ് എൻ്റെ ടൊമാറ്റോ സോസ് കഴിഞ്ഞു പോയി, അപ്പോൾ ഞാൻ സാഷയാണിത്. അപ്പോൾ ഇത് 2 ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ചില്ലി സോസൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. എനിക്ക് ഇതിനകത്ത് തന്നെ അത്യാവശ്യം എരിവ് ഉണ്ടാവും, അത് കാരണം ഞാനത് യൂസ് ചെയ്തിട്ടില്ല. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കിടിലൻ ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ ആരും ഉണ്ടാക്കാൻ മറക്കണ്ട, കാരണം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. കുബൂസൊക്കെ ഇപ്പോൾ എല്ലായിടത്തും പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. ചിക്കൻ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്നതാണല്ലോ. അപ്പോൾ എന്തായാലും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാകും കയ്യിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുക, അടിപൊളി ടേസ്റ്റാണ്. നൈറ്റൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ചോറൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം. അപ്പോൾ എന്തായാലും അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ല, ഇങ്ങനെ തന്നെ മതി. സ്പൂൺ വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സ്പൂൺ വെച്ചിട്ട് കഴിക്കാമെന്നല്ല, കാരണം എങ്ങനെയാണെങ്കിലും നമ്മൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കൂടെ നമ്മൾ ഒന്നും ഇതിനകത്ത് വേണമെന്നില്ല, പക്ഷേ മയോണൈസ് ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതും കൂടി കൂട്ടി കഴിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു ഡിഷ് ഉണ്ടാക്കി വരുന്നവരേക്കും ബായ്.